ഇത് ഞാൻ കൈമ റൈസ് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിൽ എല്ലാം വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയുണ്ട്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഒരു കഷ്ണം ക്യാരറ്റ്, പിന്നെ ഇത് എന്താണ് പറയുക, രമ്പയില. ഇത് നല്ല അടിപൊളി കേട്ടോ. ഇത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള വീട്ടുകാർ വരെ അറിയും ഇവിടെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്ന്. അത്രയ്ക്കും സ്മെല്ലാണ്. പക്ഷേ വെറുതെ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ അതിന് സ്മെല്ലും ഇല്ല. അങ്ങനെ ഒരു അത്ഭുതം ശരിയാണത്. ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഹോട്ടലുകളിലൊക്കെ ഇത് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കാഷ്യൂ ഇട്ടിട്ടുണ്ട്, മുന്തിരി ഇട്ടിട്ടുണ്ട്, കറുത്ത മുന്തിരി ഇട്ടിട്ടുണ്ട്, മറ്റേ മുന്തിരി ഇട്ടിട്ടുണ്ട്. എന്താ വാസന. പിന്നെ ഇത്തിരി പുതിനയില ഇട്ടിട്ടുണ്ട്, പിന്നെ ആഫ്രിക്കൻ മല്ലിയില എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഉപേക്ഷിച്ച പാത്രം തന്നെ കേട്ടോ. ഇതിപ്പോൾ നല്ല അടിപൊളിയായി. അപ്പം അങ്ങനെ ഞാനിനി ഇത് ചോറ് ഇത് മിക്സ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഇതാ നമ്മളിത് ചോറും ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ചോറിട്ട് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫുൾ ഇടാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 5-10 മിനിറ്റ് ആവി കൊള്ളിക്കാം. അടിയിൽ നല്ല കനമുള്ള വേറെ എന്തെങ്കിലും പാത്രം വെക്കണം കേട്ടോ. ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് അതിൻ്റെ മുകളിൽ വെക്കണം. അല്ലെങ്കിൽ അടി പിടിക്കും ചിലപ്പോൾ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണം നമ്മളിത് ചൂടാക്കി എടുക്കാൻ. നല്ല കട്ടിയുള്ള കട്ടിയുള്ള നല്ല ഒരു ദോശക്കല്ല് എടുക്കണം കേട്ടോ. ദോശക്കല്ല് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മീതെ ഇത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂടി വെച്ചിട്ട് ആവി കൊള്ളിക്കാം. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. ചിക്കൻ കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഉപയോഗിക്കാൻ പോവാം കേട്ടോ. അച്ചാറുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ സാലഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു എന്ന് പറയണം കേട്ടോ. അതങ്ങനെ കുറയരുത് കേട്ടോ. അത് നോൺ സ്റ്റിക്കാണ്.